ധന്യനായ ഏകാധിപതിയും രാജാതിരാജാവും കർത്താതികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനുമായ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഇത് പ്രഭാത സന്ദേശം. ഇസ്രായേൽ ജനതയെ പഠിച്ചാൽ ഒരു പഴയ ചരിത്രത്തിൽ അവർ ദൈവത്തിന് കൊടുത്ത സ്ഥാനം വളരെ വലുതായിരുന്നു. 24-ാം സങ്കീർത്തനം അതിൻ്റെ 8-ാം വാക്യത്തിൽ നമ്മിങ്ങനെ വായിപ്പാൻ കഴിയുന്നു: മഹത്വത്തിൻ്റെ രാജാവാർ, ബലവാനും വീരനുമായ യഹോവ, യുദ്ധവീരനായ യഹോവ തന്നെ. ബലവാനും വീരനുമായ യഹോവ. അവിടെ സങ്കീർത്തനക്കാരൻ ചോദിക്കുകയാണ്, മഹത്വത്തിൻ്റെ രാജാവാര്? മഹത്വപ്പെടുത്തുവാൻ ലോകത്തിൽ അനേക രാജാക്കന്മാരുടെ ചരിത്രങ്ങളിൽ അനേക രാജാക്കന്മാരുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നുവെങ്കിലും ഒരു രാജാവെ മഹത്വത്തിൻ്റെ രാജാവെന്ന് പറയുവാൻ നമുക്ക് യോഗ്യതയുള്ളൂ. അത് വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇവിടെ നമുക്ക് കാണുവാൻ കഴിഞ്ഞത് ഇസ്രായേൽ ജനത അവർ പറയുകയാണ്, മഹത്വത്തിൻ്റെ രാജാവ് ആരാണ്? ഞങ്ങൾക്കൊരാളെ മാത്രമേ പറയുവാൻ കഴിയുള്ളൂ, അത് ബലവാനും വീരനുമായ യഹോവ തന്നെ. ആ യഹോവയായ ദൈവം ആരാണ്? അവൻ യുദ്ധവീരനായ യഹോവ തന്നെയാണ്. ദൈവത്തിൻ്റെ ജനം ഇസ്രായേൽ മക്കൾ മരുഭൂമിയിലൂടെ യാത്ര ചെയ്ത് അവർ ചെങ്കടൽ വന്നു. ചെങ്കടൽ കടക്കുവാനിടയായി. ചെങ്കടൽ കടന്ന ജനം മോശയുടെ നേതൃത്വത്തിൽ അവർ വിജയത്തിൻ്റെ ഗാനം പാടുകയാണ്. ആ പാട്ടിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് യഹോവ യുദ്ധവീരൻ, യഹോവയാ അവൻ്റെ നാമം. യഹോവ യുദ്ധവീരനാണ്. അത് തന്നെയാണ് സങ്കീർത്തനക്കാരോട് പറയുന്നത്, യുദ്ധവീരനായ യഹോവ, ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന അവനൊരു ദൈവം. ആകാശം ചായച്ച് ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന അവൻ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്ത് ഞങ്ങൾക്ക് വിജയം തരുന്ന ഒരു യുദ്ധവീരൻ ഉണ്ട്. അത് സർവശക്തനായ ദൈവമാണ്. അവിടെ ആ ചിന്തയായി മാത്രമല്ല, അത് യാഥാർത്ഥ്യം കൂടിയായിരുന്നു. ശത്രുക്കളുടെ കയ്യിൽ നിന്നും, ശത്രു രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും, ശത്രു രാജാക്കന്മാരുടെ കയ്യിൽ നിന്നും ശക്തമായ യുദ്ധമുറകളിലൂടെ, വിദഗ്ധമായ യുദ്ധമുറകൾ ഇസ്രായേൽ മക്കളെ പഠിപ്പിക്കുവാൻ, കാണിച്ചു കൊടുക്കുവാൻ, യുദ്ധതന്ത്രങ്ങളിലൂടെ ദൈവജനത്തിന് നേടിക്കൊടുത്ത വിജയം ഇസ്രായേൽ മക്കൾക്ക് മറക്കുവാൻ കഴിയുകയില്ല. ഈ പകലിൽ നമുക്കൊരു കാര്യം ഇങ്ങനെ നമുക്ക് വിശ്വസിക്കാം, അത് മറ്റൊന്നുമല്ല, ദൈവം യുദ്ധവീരനായി നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം. നാം യുദ്ധം ചെയ്യേണ്ട, അവൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവം. നാം ശാന്തമായി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഒരു വിടുതലിനായി കാത്തിരിക്കുമ്പോൾ, എവിടെ വിടുതൽ ലഭിക്കുവോളം, അനുഗ്രഹം ലഭിക്കുവോളം, ജയം ലഭിക്കുവോളം നാം ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുവെങ്കിൽ നമുക്ക് വേണ്ടി അത്ഭുത വിജയം തരുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ കരം നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഈ ഒരു പകലിൽ പല വിഷയങ്ങളുടെ നടുവിൽ നമുക്കെതിരെ ശത്രു വാടകോരുമ്പോൾ, നമുക്കെതിരെ ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ, പരാജയപ്പെടുത്തുവാൻ ഇട്ടെറിഞ്ഞ് ഓടിക്കത്തക്കവണ്ണം നമ്മളെ പറിച്ചു കളയുവാൻ ശത്രു വെല്ലുവിളിച്ചു നിൽക്കുമ്പോൾ, ശത്രുവിൻ്റെ മേൽ യുദ്ധവീരനായി ഇറങ്ങി വരുവാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കാം. സർവകൃപാലുവായ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യട്ടെ. നാം ആ യുദ്ധത്തിന് പോകരുത്. നാം യുദ്ധം ചെയ്യുവാൻ നിൽക്കരുത്. നാം പയറ്റുവാൻ നിൽക്കരുത്. നാം വാക്കുകൾ കൊണ്ട് യുദ്ധം ചെയ്യരുത്. പ്രവർത്തികൾ കൊണ്ട്, ആയുധങ്ങൾ കൊണ്ട് നാം യുദ്ധം ചെയ്യരുത്. നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ നമുക്കൊന്ന് ആശ്രയിക്കാം. ആ ദൈവത്തിൽ നമുക്കൊന്ന് ശരണപ്പെടാം. ഈ പകലിൽ
ആമേൻ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യുദ്ധവീരനായൊരു ദൈവമുണ്ടെന്നുള്ള നല്ലൊരു ഉറപ്പോടുകൂടെ നമ്മുടെ ജീവിതയാത്ര തുടരുവാൻ ദൈവം നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.